ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, പെസഹ കാലം 3-ാം ഞായർ സുവിശേഷ വായന യോഹന്നാൻ 21:1 മുതൽ 19 വരെ വാക്യങ്ങൾ. ഈ വചനഭാഗത്തിന്റെ ഒരു ലഘു വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. അത്ഭുതാവഹമായ ഒരു മത്സ്യബന്ധനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ധിതനായ യേശു ശിഷ്യർക്ക് സ്വയം വെളിപ്പെടുത്തുന്നതാണ് ഈ വചനഭാഗം. സുവിശേഷത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ ഈ അത്ഭുത സംഭവത്തിന്റെ കാലം, സ്ഥലം, കഥാപാത്രങ്ങൾ എന്നിവയുടെ വിവരണങ്ങളാണ് സുവിശേഷകൻ നൽകുന്നത്. ഈ അത്ഭുതത്തിന്റെ കാലക്രമം ഇപ്രകാരം നിശ്ചയിക്കാൻ കഴിയും. യേശുവിന്റെ ഉയർപ്പ് അടയാളപ്പെടുത്തിയ ശൂന്യമായ കല്ലറ വെളിപ്പെടുത്തുന്ന ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായർ സംഭവങ്ങളെ തുടർന്ന് 8-ാം ദിവസം തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ സംഭവം അരങ്ങേറുന്നത്. അത്ഭുതത്തിന്റെ സ്ഥലം കണക്കിലെടുക്കുമ്പോൾ ഗലീലിയുടെ സമീപ പ്രദേശത്തുള്ള തിബേരിയസ് തടാക തീരത്താണെന്ന് നാം മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള 8 ദിവസത്തെ പ്രത്യക്ഷപ്പെടലുകളെല്ലാം ജെറുസലേം കേന്ദ്രീകരിച്ചായിരുന്നു. 21-ാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന പ്രത്യക്ഷപ്പെടൽ ജെറുസലേമിൽ നിന്ന് വിഭിന്നമായ ഒരു പശ്ചാത്തലത്തിലാണ്. ഇപ്രകാരമുള്ള രേഖപ്പെടുത്തൽ ശിഷ്യർ എപ്പോഴെല്ലാമോ എവിടെയെല്ലാമോ ഒത്തുചേരുന്നുവോ അപ്പോഴെല്ലാം അവിടങ്ങളിൽ യേശു ശിഷ്യർക്ക് സ്വയം വെളിപ്പെടുത്തുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതേ തടാക തീരത്തു തന്നെയായിരുന്നു യേശു അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം അരങ്ങേറിയത്. 6-ാം അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങൾ. അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്ന കഥാപാത്രങ്ങൾ യേശുവിൻ്റെ 7 ശിഷ്യരാണ്. ശിമയോൻ പത്രോസ്, തോമസ്, നഥാനിയേൽ, സെബദീ പുത്രന്മാർ അതായത് യാക്കോബ്, യോഹന്നാൻ, പേര് വെളിപ്പെടുത്താത്ത മറ്റ് 2 ശിഷ്യർ. ഇവർ 7 പേരിൽ നഥാനിയേൽ എന്ന ശിഷ്യന്റെ പേര് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തിയതിന് ശേഷം 2-ാം പ്രാവശ്യമാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് യേശു നഥാനിയേലിന് വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിന് സാക്ഷിയാകുവാൻ നഥാനിയേലിന് കഴിയുന്നു എന്നതാണ് അവസാനത്തെ കൂടിക്കാഴ്ചയിലൂടെ സുവിശേഷകൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. 7 പേരടങ്ങുന്ന ഗണത്തിൽ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, ദ ബിലവഡ് ഡിസൈപ്പിൾ ഓഫ് ജീസസ്, ഉണ്ടായിരുന്നു. പേര് രേഖപ്പെടുത്താത്ത 2 ശിഷ്യരിൽ ഒരാളാണ് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. കാരണം യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യന് 4-ാം സുവിശേഷത്തിൽ പേര് നൽകപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാൻ അല്ല എന്ന് നമുക്ക് അനുമാനിക്കാം. തുടർന്ന് സുവിശേഷകൻ നൽകുന്നത് അത്ഭുതത്തിന്റെ വിവരണങ്ങളാണ്. രാത്രിയുടെ നീണ്ട യാമങ്ങളിലൂടെ ശിഷ്യരുടെ അധ്വാനം കടന്നു പോയെങ്കിലും ഒരു മത്സ്യവും അവർക്ക് ലഭിച്ചില്ല എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കുന്നു. പ്രഭാതമാകുമ്പോൾ യേശു കടൽ തീരത്ത് നിൽക്കുന്നതായി ശ്രോതാക്കൾ മനസ്സിലാക്കുന്നുവെങ്കിലും ശിഷ്യർക്ക് യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി കിട്ടുന്നില്ല. നിഷ്ഫലമായ അധ്വാനത്തെ പ്രതിനിധീകരിക്കുന്ന ഇരുളും യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന പുലരിയും സുവിശേഷത്തിൽ നാം ദർശിക്കുന്ന ദൈവശാസ്ത്രപരമായ വൈരുദ്ധ്യ പ്രതീകങ്ങളായ അന്ധകാരവും പ്രകാശവുമാണ്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുട്ടിന്റെ നിരാശ വഴിമാറുന്നു. യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ശിഷ്യരുടെ അധ്വാനം ഫലമണിയുകയാണ്. അത്ഭുതാവഹമായ മത്സ്യബന്ധനത്താൽ ശിഷ്യരുടെ വല നിറയുന്നു. സമൃദ്ധമായ മത്സ്യലഭ്യത യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെ അത് കർത്താവാണ് എന്ന
ഈസ്റ്റർ പ്രഘോഷണത്തിലേക്ക് നയിക്കുകയാണ്. യേശു പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങളിൽ സമൃദ്ധിയുടെ അടയാളങ്ങളുണ്ട്. ഉദാഹരണം, കാനായിലെ കല്യാണ വിരുന്നിൽ വിളമ്പിയ സമൃദ്ധമായ വീഞ്ഞ്, വിജനതീരത്ത് വിശന്ന് വലഞ്ഞവരെ ഊട്ടിയ അപ്പത്തിന്റെ നിറവ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് യേശു നൽകുവാൻ ആഗ്രഹിക്കുന്നത് ജീവന്റെ സമൃദ്ധി തന്നെയാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശിഷ്യർക്ക് നൽകുന്നതും സമൃദ്ധമായ ജീവനാണ്. സുവിശേഷകൻ ഈ വസ്തുത വെളിപ്പെടുത്തുന്നത് 2 തലങ്ങളിലാണ്. ഒന്ന്, അപ്പവും മീനും കൊണ്ട് പ്രാതൽ ഒരുക്കിയ യേശു ശിഷ്യരെ ജീവനിലേക്ക് നയിക്കുന്നു. വിശന്നു വലഞ്ഞ ജനത്തെയും യേശു അപ്പവും മീനും കൊണ്ട് ജീവനേകിയ സംഭവവും ഇവിടെ അനുസ്മരിക്കപ്പെടേണ്ടതാണ്. 2, മത്സ്യാധിക്യത്താൽ നിറഞ്ഞ വലയുടെ സാക്ഷീകരണം. അപ്രകാരം 4-ാം സുവിശേഷത്തിൽ പ്രകടമാകുന്ന സവിശേഷത യേശു ജീവദാതാവാണെന്നതാണ്. ജീവന്റെ ഉറവിടമാണ് അവിടുന്ന്. യേശു ശിഷ്യർക്ക് നൽകാൻ ആഗ്രഹിച്ച ജീവന്റെ സമൃദ്ധി വലയിൽ കുടുങ്ങിയ മത്സ്യശേഖരം വെളിപ്പെടുത്തുന്നുണ്ട്. വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല, 153 മത്സ്യങ്ങൾ. ഇവയിൽ 153 എന്ന കൃത്യത നിറഞ്ഞ എണ്ണസംഖ്യ വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ സംബന്ധിച്ച് നിരവധിയായ വ്യാഖ്യാനങ്ങളും കണക്കുകൂട്ടലുകളും നിലവിലുണ്ട്. അവയിൽ ചിലത് ഇപ്രകാരമാണ്. 1, ഗ്രീക്ക് ജീവശാസ്ത്ര വിധി പ്രകാരം കടലിൽ 153 ഇനം മത്സ്യങ്ങൾ ഉള്ളതായി ഗണിക്കപ്പെടുന്നു. അതായത് എല്ലാ മത്സ്യവിഭാഗങ്ങളെയും വലയിൽ നമുക്ക് കാണാം എന്നതാണ് 153 മത്സ്യങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. 2, സ്നേഹത്തിന്റെ സഭ എന്ന് ഹീബ്രു ഭാഷയിൽ എഴുതുമ്പോൾ ഉള്ള അക്ഷരങ്ങളുടെ ആകമാന മൂല്യം 153-ലെത്തുന്നു. അപ്രകാരം ഈ സംഖ്യ പൂർണ്ണമായ വിശ്വാസ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ്. 3, യഹൂദ സഭയും അതായത് 100, വിജാതീയ സഭയും അത് 50, ത്രിയേക ദൈവവും 3 ചേരുമ്പോൾ ലഭിക്കുന്ന അക്കമായി 153-നെ കണക്കാക്കുന്നു. ഇവിടെയും മാനവരാശിയും ദൈവവും ചേരുന്ന പൂർണ്ണത കാണുവാൻ നമുക്ക് കഴിയും. പ്രതീകാത്മകത എന്തു തന്നെ ആയാലും അവ പ്രദാനം ചെയ്യുന്ന ആശയം ഒന്ന് തന്നെയാണ്: പൂർണ്ണത. അതായത് സാർവത്രിക സഭയുടെ ആകമാന മാനവികത 153 എന്ന സംഖ്യയിലൂടെ ലോകത്തിന് വിനിമയം ചെയ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ശിഷ്യർ കാര്യമായി പരാജയപ്പെട്ടു. അവരുടെ പരാജയങ്ങൾക്ക് ശേഷവും അവരുടെ സംശയത്തിൻ്റെ നിമിഷങ്ങളിലും യേശു അവർക്ക് പൂർണ്ണമായ പുനഃസ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നു. ശിഷ്യർക്ക് തന്നെ അനുഗമിക്കുവാനുള്ള ഒരു പുതിയ ആഹ്വാനം ഉയർത്തെഴുന്നേറ്റ യേശു നൽകുന്നു. ക്ഷമിക്കേണ്ടതിൻ്റെയും അംഗീകരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം അവിടുന്ന് ഊന്നി പറയുന്നു. സേവനത്തിലൂടെ യേശു സജീവമായി സ്നേഹം പ്രകടിപ്പിക്കുന്നു. മുൻകാല തെറ്റുകൾ പരിഗണിക്കാതെ ദൈവോദ്ദേശത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് യേശു പ്രതിജ്ഞാബദ്ധനാണ്. അടിസ്ഥാനപരമായി ഈ ബൈബിൾ ഭാഗം പ്രത്യാശയുടെയും വീണ്ടും നൽകപ്പെടുന്ന അവസരങ്ങളുടെയും സന്ദേശമാണ്. നാം ഇടറിപ്പോകുമ്പോൾ പോലും നമ്മെ പുനഃസ്ഥാപിക്കുവാനും അവിടത്തേക്ക് വേണ്ടി സമർപ്പിതമായ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുവാനും യേശു എപ്പോഴും തയ്യാറാണ്. അവിടത്തേക്ക് വേണ്ടി സമർപ്പിതരാകാൻ നാം തയ്യാറാണോ എന്നതാണ് പ്രധാന ചോദ്യം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.